ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവയെ ചൊല്ലി അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ രാജ്യമെമ്പാടുമുള്ള കർഷക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും കാർഷിക സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന ഉറച്ച പിന്തുണയ്ക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അമേരിക്ക ചുമത്തുന്ന തീരുവകൾ ഉൾപ്പെടെയുള്ള സംരക്ഷണവാദ നയങ്ങൾക്കെതിരായ പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാട് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ഇവിടെ നിന്നും രാജ്യത്തെ സാധാരണക്കാർക്ക് മോദി എന്ന നേതാവ് എന്തുമാത്രം ശ്രദ്ധ നൽകുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സർക്കാർ കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് കർഷക നേതാക്കൾ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന രാജ്യത്തിന്റെ ജലസേചന പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം നൽകാൻ ശ്രമിക്കുന്നു. എല്ലാ വയലുകൾക്കും ആവശ്യമായ വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇപ്പോൾ താരിഫ് ഭീഷണിയിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ അടിച്ചമർത്തൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ തീരുമാനം ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ തകർക്കുമായിരുന്നെങ്കിലും കർഷകർക്ക് രക്ഷയുടെ ഒരു ധീരമായ പ്രവൃത്തിയായിരുന്നു. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിർണായക നടപടിക്ക് അഗാധമായ നന്ദിയും പിന്തുണയും പ്രകടിപ്പിക്കുന്നതിനായി രാജ്യമെമ്പാടുമുള്ള കർഷക സംഘടനാ നേതാക്കളും കർഷകരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഡൽഹിയിലെ പുസ ക്യാമ്പസിലുള്ള സുബ്രഹ്മണ്യം ഹാളിൽ ഒത്തുകൂടുകയും ചെയ്തു. ഇന്ത്യയുടെ കാർഷിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ധീരമായ നിലപാടിന് നന്ദി പറയാൻ ഭാരതീയ കിസാൻ സംഘ് ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളുടെ പ്രതിനിധികൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എത്തി. കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ സമർപ്പണത്തെ ഇന്ത്യൻ ഫാർമർ ചൗധരി ചരൺ സിംഗ് ഓർഗനൈസേഷന്റെ ദേശീയ പ്രസിഡന്റ് ധർമ്മേന്ദ്ര ചൗധരി പ്രശംസിക്കുകയും ചെയ്തു. കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾക്കായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശക്തമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ത്യ അവരുടെ താൽപര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര കരാറുകൾക്ക് വിസമ്മതിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലയിലെ അമേരിക്കൻ കമ്പനികളുടെ പങ്കാളിത്തം നിരസിക്കാനുള്ള സർക്കാരിന്റെ ധീരമായ തീരുമാനത്തെ കർഷകരുടെ ഒത്തുചേരൽ പ്രശംസിച്ചു. നമ്മുടെ കൃഷി ക്ഷീര മേഖലയിൽ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കാതിരിക്കാനുള്ള ധീരമായ തീരുമാനം എല്ലാ വയലുകളിലും ഗ്രാമങ്ങളിലും ഗോശാലകളിലും പ്രതിധ്വനിക്കുന്നു. ഇന്ത്യൻ കർഷകൻ ഒരു ഭക്ഷ്യദാതാവ് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഒരു വിദേശ ശക്തിക്കും ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആത്മാവാണെന്നും നിങ്ങൾ കാണിച്ചു തന്നു. ദുഷ്പ്രവൃത്തികൾക്ക് ഇരയായ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരികയാണ്. വ്യാജവളങ്ങളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനായി സർക്കാർ ഉടൻ തന്നെ ഒരു പുതിയ നിയമം കൊണ്ടുവരും. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കർഷകരുടെ ക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. രാജസ്ഥാനിലെ ജുൻജുവിൽ നിന്നുള്ള കർഷകർക്ക് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന പ്രകാരം ഇൻഷുറൻസ് തുകകൾ ഡിജിറ്റൽ രീതിയിൽ അടയ്ക്കാൻ സാധിച്ചുവെന്നും ഇത് കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു ജല കരാർ റദ്ദാക്കിയത് ചരിത്രപരമായ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ രാഷ്ട്രം ആദ്യം എന്ന ദൃഢനിശ്ചയത്തെ മുതിർന്ന BJP നേതാവ് പ്രശംസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എപ്പോഴും ശക്തവും ധീരവും ദേശീയ കേന്ദ്രീകൃതവുമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് രാജ്യം എന്നെന്നും കടപ്പെട്ടിരിക്കും. കർഷകരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്ര പരിപാടി, മണ്ണ് ആരോഗ്യ കാർഡ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരിലേക്ക് അറിവും മികച്ച രീതികളും എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ കാർഷിക വിവരങ്ങൾ, വായ്പ, വിപണികൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആരംഭിച്ചിട്ടുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും അവരുടെ വെല്ലുവിളികൾ പരിഹരിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ നയങ്ങളിലും സംരംഭങ്ങളിലും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ദർശനം വ്യക്തമാണ്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് കൃഷി ഒരു പ്രായോഗികവും ലാഭകരവുമായ തൊഴിലായി തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ പിന്തുണയ്ക്ക് കർഷക നേതാക്കൾ നന്ദി അറിയിച്ചു. അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.